എൻ്റെ പെങ്ങളെ കുട്ടിയുണ്ട്, ചെറിയ കുട്ടിയാണ്. ഇവക്ക് സർപ്രൈസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. കാരണം ഈ യൂട്യൂബിലൊക്കെ ഈ ഷോർട്സ് ഇതൊക്കെ കാണുമ്പോൾ ഈ സർപ്രൈസ് വീഡിയോസ് ഒക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അപ്പോൾ സർപ്രൈസ് ഇനിയിപ്പോൾ ഒരു ചെറിയ മിഠായി ആണെങ്കിൽ പോലും അത് സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്താൽ ആള് ഹാപ്പിയാണ്. അപ്പോൾ ഈ കുട്ടി ഇനി വളർന്ന് വലുതായി വരികയാണ്. അപ്പം ഇനിയുള്ള കാലത്ത് ഈ കുട്ടികളെ വളർത്തി വരുന്ന രക്ഷിതാക്കൾ ഇതൊക്കെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അപ്പോൾ നല്ലതാണെങ്കിൽ ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും ഈ സോഷ്യൽ മീഡിയ. വേറെ സംഗതി എന്താ പറയുക, ഇപ്പൊ നമ്മള് പറയാറുണ്ടല്ലോ, കമ്പാരിസൺ ഈസ് ദി തീഫ് ഓഫ് ജോയ് എന്ന് പറയും. നമ്മളെ സന്തോഷം കട്ടെടുക്കുക എന്താ താരതമ്യപ്പെടുത്തല. അപ്പൊ ഇനിയിപ്പോ അത് നിങ്ങളെ റിയൽ ലൈഫ് ആണെങ്കിൽ പോലും അത് എന്നെ ഒരിക്കലും ഡിപ്രസ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ പറഞ്ഞാൽ എന്റെ ലൈഫ് എന്റേതാണ്. അപ്പൊ നമ്മളിങ്ങനെ വേറൊരാളിലേക്ക് നോക്കി നമ്മുടെ ജീവിതം സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പൊ ക്യാമറ ബെസ്റ്റ് ആകുമ്പോ അതിനനുസരിച്ച് ക്വാളിറ്റി കൂടും. പിന്നെ ചിലർക്ക് അത്ര നല്ല ഭംഗിയുള്ള ക്യാമറ ഉണ്ടാവില്ല, ചിലർക്ക് അത്ര നല്ല ഡ്രസ്സ് എടുക്കാനുള്ളത് ഉണ്ടാവില്ല. നമ്മൾ കമ്പയർ ചെയ്ത് വെറുതെ നമ്മളെ സന്തോഷം നഷ്ടപ്പെടുത്തരുത്. പക്ഷെ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ മുകളിലേക്ക് കമ്പയർ ചെയ്യും. പക്ഷെ അതേസമയം ഇപ്പൊ ഗാസയിൽ എന്താണ് നടക്കുന്നത്, അവിടെ ഉള്ള ആളുകൾക്കില്ല, ആ കമ്പാരിസൺ നടക്കുന്നില്ല. ഞാൻ പറഞ്ഞ വെച്ചാൽ അത് നിങ്ങളെ റിയൽ ലൈഫോ നിങ്ങളെ ഈ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാകുന്ന മൊമെന്റുകളോ ആകട്ടെ, പക്ഷെ അത് വ്യൂവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാകേണ്ട ബോധം അതിനായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്കില്ല. അവരുടെ ലൈഫ് അതായിട്ട് കമ്പയർ ചെയ്യരുത്, അതങ്ങനെ കാണുക, നമ്മളതായിട്ട് കാണുക.